നമുക്ക് തട്ടിക്കൂട്ടി ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോളം വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കുറച്ച് ചോളം എടുത്തിട്ടുണ്ട്. ഇത് കേടായി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു ടിന്നിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, തക്കാളി, അതുപോലെ സവോള എല്ലാം കൂടെ വെട്ടിയരിഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ തിളയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ അമ്മ ഇപ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തോന്നുന്നുണ്ട്. ആക്രാന്തം മൂത്ത് ഞാനങ്ങനെ വാർത്തു. ഇനി നമുക്ക് ഈ തിളപ്പിച്ച പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ് കഷ്ണം കൊണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ടേസ്റ്റ് കൂടുതൽ നട്ടുന്നത് കുറച്ച് കൂടുതലിട്ടു. അത്ര ആവശ്യമില്ലെന്ന് എനിക്ക് പിന്നീട് തോന്നി. പിന്നെ ഞാനത് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. മുക്കാൽ ഭാഗം വെന്തതിൻ്റെ കാൽഭാഗം കൊണ്ട് വേകാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി നേരം അങ്ങോട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും നമ്മുടെ സവോളയൊക്കെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാനിതിൻ്റെ കൂടുതൽ കുറച്ചുകൂടി തക്കാളി ചേർത്ത് കൊടുത്തായിരുന്നു. വീഡിയോ എടുക്കാൻ മതി കേസ്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ക്രഷ് ചെയ്ത് കൂടെ ഇട്ട് കൊടുത്താൽ സാധനം റെഡി. അപ്പോൾ നമ്മുടെ ചോളം റെസിപ്പിയോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടൻ ചായ എടുത്ത് ഇച്ചിരി മധുരമൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.